Hi students, welcome back to a lecture series of mechanics. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. എന്താണ് റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ഫിക്റ്റീഷ്യസ് ആക്സിലറേഷൻ്റെ ജനറൽ എക്സ്പ്രഷൻ ക്വാണ്ടിറ്റേറ്റീവായിട്ട് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ പ്രധാനമായും ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട് രണ്ട് ഫ്രെയിംസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഒരു inertial frame which is represented by the coordinates x, y, z with unprimed coordinates. Inertial frame. This is an inertial frame. And if suppose you consider another non-inertial frame, that frame is rotating about z axis with a uniform angular velocity omega. It is rotating about z axis and the coordinates are represented with the primed coordinates like the x prime, y prime, z prime. So നമുക്ക് ഇവിടെ രണ്ട് ആക്സസ് നമ്മൾക്ക് കൺസിഡർ ചെയ്യാം. ഇനീഷ്യലി രണ്ട് ഫ്രെയിമുകളും കോയിൻസൈഡ് ചെയ്യുന്നു, എക്സും എക്സ് പ്രൈമും കോയിൻസൈഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ആഫ്റ്റർ എ ടൈം ഇറ്റ് വിൽ റൊട്ടേറ്റ്. Non-inertial frame is rotating with a uniform angular velocity about z axis. So z and z prime will always coincide. And we have to derive this expression. Inertial frame velocityയും റൊട്ടേറ്റിംഗ് ഫ്രെയിമിലെ വെലോസിറ്റിയും തമ്മിലുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം. സോ ഇത് ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവായിട്ട് ഇങ്ങനൊരു റിസൾട്ട് എങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, So consider two frames. One is inertial frame, which is represented by the coordinates x, y, z, and you also consider another frame x prime, y prime, z prime. That frame is rotating with a uniform angular velocity omega about z axis. So axis of rotation is this. So the direction of omega is in this direction. Omega is acting along z axis, z cap. Okay, clear? Then suppose you consider a particle of mass m at an instant t which lies on xz plane. So xz പ്ലെയിനിലെ ഒരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യുക. അതിൻ്റെ മാസ് എം ആണ്. സോ ദ പൊസിഷൻ വെക്റ്റർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ vector r of t. So its position vector is vector r of t in inertial frame. And so consider a particle of mass m at an instant t on x plane in inertial frame. After a time delta t, ഈ പാർട്ടിക്കിൾ ഇങ്ങോട്ട് മാറി എന്ന് വിചാരിക്കുക. പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ക്യൂ എന്ന് പറയുന്ന പോയിന്റിലേക്ക് പാർട്ടിക്കിൾ മാറി. അപ്പോൾ അതിൻ്റെ പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത് ഈ ഫ്രെയിം ഫിക്സ് ചെയ്താണ് ഇരിക്കുന്നത്. പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത് വെക്റ്റർ ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി ആണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് ഇങ്ങനെ വരും, ഡെൽറ്റ വെക്റ്റർ ആർ. At a time t plus delta t,
the particle has position vector r of t plus delta t. So therefore displacement of the particle in inertial frame, that is delta r, displacement of the particle in inertial frame during a time interval delta t, delta r is equal to vector r of t plus delta t minus vector r of t. Delta r, ഇത് triangular law of vector addition നിന്ന് ഇത് r of t ഇത് r of t plus delta t ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് p to q എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വെക്ടർ r of t plus delta t minus വെക്ടർ r of t ആയിരിക്കും. ഓക്കെ, ക്ലിയർ? നമ്മൾ കഴിഞ്ഞ ദിവസം ഇക്വേഷൻ നമ്പർ 5 വരെയാണ് റെപ്രസെന്റ് ചെയ്തത്. സോ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 6. കഴിഞ്ഞ ലെക്ചറിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ഓഫ് ടി. ഓക്കെ, ഇനി ഇതാണ് ഒരു ഇനേർഷ്യൽ ഫ്രെയിമിലെ ഒബ്സർവ് ചെയ്യുമ്പോൾ കാണുന്നത്. ഇനീഷ്യലി ആ പാർട്ടിക്കിൾ എക്സെറ്റ് പ്ലെയിനിലായിരുന്നു. എക്സെറ്റ് പ്ലെയിനിൽ നിന്ന് പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ക്യൂ എന്ന് പറയുന്ന മറ്റൊരു പോയിന്റിലേക്ക്, എക്സെറ്റ് പ്ലെയിനിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയിനിലേക്ക് ഈ പാർട്ടിക്കിൾ ഡിസ്പ്ലേസ് ചെയ്യുന്നു ഡെൽറ്റ ടി ടൈം ഇന്റർവെല്ലിൽ. സോ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ഓഫ് ടി എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇത് ക്ലിയർ ആയി. ബട്ട് this situation is entirely different for an observer in rotating frame. ഇതേ ഡിസ്പ്ലേസ്മെന്റ് ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ നിന്നുകൊണ്ട് ഒബ്സർവ് ചെയ്താൽ എന്തായിരിക്കും റിസൾട്ട്? ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ the situation is different for an observer in rotating frame. റൊട്ടേറ്റിംഗ് ഫ്രെയിമിലെ ഒബ്സർവർക്കും ഇനേർഷ്യൽ ഫ്രെയിമിലെ ഒബ്സർവർക്കും ഡെൽറ്റ ടി സമയത്തിന് ശേഷം ആ പാർട്ടിക്കിളിനെ ഒരേ പർട്ടിക്കുലർ പൊസിഷനിൽ തന്നെയാണ് കാണുന്നതെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് ദിസ് ഒബ്സർവർ suppose this observer also notes the same final position vector r of t plus delta t, that is vector r prime of t plus delta t primary coordinates വെച്ചിട്ടാണ് റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ റെപ്രസെന്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു വെക്ടർ r of t plus delta t. അതായത് രണ്ടും ഒരേ പൊസിഷനാണെന്ന് അസ്യൂം ചെയ്യാം. നമ്മളിപ്പോൾ ടി പ്ലസ് ഡെൽറ്റ ടി എന്ന് പറയുന്ന സമയത്തെ പാർട്ടിക്കിളിന്റെ പൊസിഷൻ ഒബ്സർവ് ചെയ്യുമ്പോൾ രണ്ടും സെയിം ആണ്. ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്ന് നോക്കിയാലും അതായത് ഒരേ ടാർഗറ്റ് തന്നെയാണ്, ഒരേ ഫൈനൽ പോയിന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് ഈ റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ നമ്മൾ ആദ്യം തുടങ്ങിയത് എന്താണ്? ദ പാർട്ടിക്കിൾ ഈസ് ഇൻ എക്സെറ്റ് പ്ലെയിൻ എന്ന് പറഞ്ഞു. നമ്മൾ ഇനീഷ്യലി രണ്ട് ഫ്രെയിമുകളും കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സെറ്റ് പ്ലെയിനിൽ തന്നെയാണ് ദ പാർട്ടിക്കിൾ ഈസ് ഇൻ എക്സ് പ്രൈം. സോ ഇനീഷ്യലി വിത്ത് റെസ്പെക്ട് ടു an observer in inertial frame, particle is at exit plane at an instant t. ഇതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ,
ടി പ്ലസ് ഡെൽറ്റ ടി സമയത്ത് രണ്ട് ഫ്രെയിമിലും ക്യൂ ആണ് പോയിന്റ് എന്ന് വിചാരിക്കാം. അപ്പോൾ റൊട്ടേറ്റിംഗ് ഫ്രെയിമിലെ ഒബ്സർവറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആർ ഓഫ് ടി അല്ല ഫീൽ ചെയ്യുക. ഹി ഓൾസോ റിമെമ്പേഴ്സ് എന്താ വെച്ചാൽ ഇനീഷ്യലി അദ്ദേഹം ഇനീഷ്യൽ അസംഷൻ എന്താണ്, എക്സെറ്റ് പ്ലെയിനിലാണെന്നാണ് ഇനേർഷ്യൽ ഫ്രെയിമിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ in calculating the displacement in rotating frame, the observer remembers that particle is at x prime z prime plane at an instant t. അങ്ങനെ അസ്യൂം ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇത് പല രീതിയിൽ പല ടെക്സ്റ്റ് ബുക്കുകളിലും പല രീതിയിൽ ഇതിനെ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇനീഷ്യൽ ഒരു ചില ടെക്സ്റ്റ് ബുക്കുകളിൽ നമ്മൾക്ക് കാണാൻ പറ്റുക ഒരു ഫ്രെയിം കൺസിഡർ ചെയ്യുന്നു, മറ്റൊരു ഫ്രെയിം ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിമും കൺസിഡർ ചെയ്യുന്നു. പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ ഫിക്സഡ് ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് അതിൽ നിന്ന് ഈ വെലോസിറ്റിക്കൽ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാറുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനീഷ്യലി പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എക്സെറ്റ് പ്ലെയിനിലാണെന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ ഫ്രെയിം എന്ന് പറയുന്നത്, റൊട്ടേറ്റിംഗ് ഫ്രെയിം എന്ന് പറയുന്നത് എക്സ് പ്രൈം സെഡ് പ്രൈം ഫ്രെയിം ആണ്. ഇനീഷ്യലി നമ്മൾ എക്സും എക്സ് പ്രൈമും കോയിൻസൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ആർ ഓഫ് ടിയും ആർ പ്രൈം ഓഫ് ടിയും സെയിം ആണെന്ന് വിചാരിക്കാം. പക്ഷെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇനീഷ്യലി പാർട്ടിക്കിൾ എക്സെറ്റ് പ്ലെയിനിലാണെന്ന് അസ്യൂം ചെയ്യുന്നു, എക്സെറ്റ് പ്ലെയിനിൽ ഇനേർഷ്യൽ ഫ്രെയിമിൽ അസ്യൂം ചെയ്യുന്നു, ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ ആർ കൺസിഡർ ചെയ്യുന്നു. ഫൈനൽ പൊസിഷൻ രണ്ട് ഫ്രെയിമിൽ ഒബ്സർവ് ചെയ്യുമ്പോഴും ഒന്നാണെന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് റൊട്ടേറ്റിംഗ് ഫ്രെയിമിലെ ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ പൊസിഷൻ ഇത് തന്നെയാണ്. അതായത് റൊട്ടേറ്റിംഗ് ഫ്രെയിമിലെ ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ പൊസിഷനിലെ ഇനേർഷ്യൽ ഫ്രെയിമിൽ നിന്ന് വ്യത്യാസമൊന്നുമില്ല, ഈ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ്. ഓക്കെ, സോ എക്സും എക്സ് പ്രൈമും, പക്ഷെ അദ്ദേഹം റിമെമ്പർ ചെയ്യുന്നത്, ഓർക്കുന്നത്, ഇനീഷ്യലി പാർട്ടിക്കിൾ എക്സെറ്റ് പ്ലെയിൻ അല്ലെങ്കിൽ എക്സ് പ്രൈം സെഡ് പ്രൈം പ്ലെയിനിലായിരുന്നു. ഹി റിമെമ്പേഴ്സ് ദാറ്റ് particle is initially at x prime z prime plane. കാരണം ഇനീഷ്യലി എന്ന് പറഞ്ഞാൽ at an instant t. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് വാല്യൂ സെഡ് വാല്യൂവിന് വ്യത്യാസമൊന്നും വരുന്നില്ല, വൈ വാല്യൂം റെപ്രസെന്റ് ചെയ്തിട്ടാണ്, എക്സും വൈയും സെഡും റെപ്രസെന്റ് ചെയ്തിട്ടാണ് നമ്മൾ പൊസിഷൻ വെക്ടർ ആർ ഓഫ് ടി റെപ്രസെന്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ എക്സും എക്സ് പ്രൈമും കോയിൻസൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത് ഇനീഷ്യലി. അപ്പോൾ നമ്മൾ റിമെമ്പർ ചെയ്യുമ്പോൾ ഈ എക്സ് പ്രൈം എന്ന് പറയുന്ന കോർഡിനേറ്റ് ഇവിടെയും സെഡ് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ വൈ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മളുടെ വൈ പ്രൈം എന്ന് പറയുന്ന കോർഡിനേറ്റ് നമ്മൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ആർ പ്രൈം ഓഫ് ടി എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഇവിടെ കുറച്ച് ഡിസ്പ്ലേസ് ചെയ്ത് ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് മറ്റൊരു പോയിന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. സോ ദിസ് ഈസ് ആർ പ്രൈം ഓഫ് ടി. ഓക്കെ, നമുക്ക് ഇതിനെ പി പ്രൈം എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇപ്പോൾ പി എന്ന് പറയുന്ന പോയിന്റ് ശരിക്കും ഇവിടെയാണ്, ഇതാണ് ആർ ഓഫ് ടി വരിക. നമുക്കതിനെ ഒരു ഡോട്ടർ ലൈൻ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. This is vector r prime of t. This is inertial frame r of t. P prime. So r prime of t and r
of t are different. If we consider the same final position, that means in rotating frame, displacement delta r prime is equal to r prime of t plus delta t minus r prime of t എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും, ഡെൽറ്റ ആർ പ്രൈം ഇസ് ഈക്വൽ ടു ആർ പ്രൈം ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി എന്നുള്ളത് ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി ആണ്. രണ്ടും ഫൈനൽ പൊസിഷൻ സെയിം ആണ്. മൈനസ് ആർ പ്രൈം ഓഫ് ടി. ഓക്കെ, ഇതാണ് ഡെൽറ്റ ആർ പ്രൈം. ഡെൽറ്റ ആർ എന്ന് പറയുന്നത് ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ ഓഫ് ടി. സോ ഡെൽറ്റ ആർ പ്രൈം ഈസ് നോട്ട് ഈക്വൽ ടു ഡെൽറ്റ ആർ. ഇവിടെ നമുക്ക് അങ്ങനെയാണ് കിട്ടിയത്. നമ്മൾ അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അത് നമുക്കൊന്ന് പിക്ചോറിയലി വളരെ കൃത്യമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇതാണ് ഇനേർഷ്യൽ ഫ്രെയിം. രണ്ടിൻ്റെയും ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത്, പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത് രണ്ട് ഫ്രെയിമിൻ്റെയും, ഇത് റൊട്ടേറ്റിംഗ് ഫ്രെയിമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇത് വൈ പ്രൈം, ഇത് എക്സ് പ്രൈം, ഇത് സെഡ് പ്രൈം, അത് തന്നെയാണ് സെഡും വരിക. ഇതാണ് പൊസിഷൻ വെക്റ്റർ, വെക്റ്റർ ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി. ഇതാണ് പൊസിഷൻ വെക്റ്റർ, വെക്റ്റർ ആർ ഓഫ് ടി. ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചാൽ ഇതാണ് ഡെൽറ്റ ആർ വരും, ഡിസ്പ്ലേസ്മെൻറ്റ്. ഡെൽറ്റ ആർ പ്രൈം എന്ന് പറയുന്നത് ഇങ്ങനെ, ആർ പ്രൈം എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ആർ പ്രൈം ഓഫ് ടി. അവിടെ നിന്ന് ഫൈനൽ പൊസിഷനിലേക്കുള്ള പൊസിഷൻ സ്ട്രൈറ്റ് ലൈൻ ആണ്. ഇതാണ് ഡെൽറ്റ ആർ പ്രൈം വരും. അപ്പോൾ നോക്കൂ, ഇത് ഡെൽറ്റ ആർ, ഇത് ഡെൽറ്റ ആർ പ്രൈം. നമുക്കിതിനെ പി ക്യു പി പ്രൈം, ഇത് ഒ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഒന്നുകൂടി അത് ക്ലിയർ ആവാൻ വേണ്ടി റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഒരു കാര്യം കൂടി ചെയ്യുന്നത്, ഡെൽറ്റ ആർ പ്രൈം ഇസ് ഈക്വൽ ടു ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ആർ പ്രൈം ഓഫ് ടി. ഇക്വേഷൻ നമ്പർ 7 എന്ന് കൊടുക്കുക. ഓക്കെ, ഈ വെക്റ്റർ എന്തായിരിക്കും? അതായത് നമ്മൾ ഒ പി പ്രൈം എന്ന് പറയുന്നത് വെക്റ്റർ ആർ ഓഫ് ടി ആണ്. സോറി, ഒ പി പ്രൈം എന്ന് പറയുന്നത്, ഇത് പി പ്രൈം, ഇത് പി പ്രൈം, ഇത് പി. ഒ പി പ്രൈം എന്ന് പറയുന്നത് വെക്റ്റർ ആർ പ്രൈം ഓഫ് ടി ആണ്. ഒ ക്യു എന്ന് പറയുന്നത് വെക്റ്റർ ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി ആണ്. പി ക്യു എന്ന് പറയുന്നത് ഡെൽറ്റ ആർ. പി പ്രൈം എന്ന് പറയുന്നത് എന്ത് വരും? ഇത് ആർ പ്രൈം ഓഫ് ടി, ഇത് ആർ ഓഫ് ടി. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, പി പ്രൈം കണ്ടുപിടിക്കാൻ വേണ്ടി ഒ പി പ്ലസ് പി പ്രൈം ഇസ് ഈക്വൽ ടു ഒ പി പ്രൈം. ഒ പി എന്ന് പറയുന്നത് എത്ര വരും? ഒ പി എന്ന് പറയുന്നത് വെക്റ്റർ ആർ ഓഫ് ടി പ്ലസ് പി പ്രൈം is equal to OP prime എന്ന് പറയുന്നത് വെക്റ്റർ R prime of T എന്ന് എഴുതാം. So PP prime is vector R prime of T minus vector R of T. Clear? Okay. So ഈ ഫിഗറിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ പ്രകാരം
vector PQ can be represented as vector P prime plus P prime Q. P prime Q എന്ന് പറയുന്നത് ഡെൽറ്റ ആർ പ്രൈം ആണ്. വെക്ടർ പി ക്യൂ എന്ന് പറയുന്നത് വെക്ടർ ഡെൽറ്റ ആർ ആണ്. ഡെൽറ്റ ആർ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് വെക്ടർ ആർ പ്രൈം ഓഫ് ടി മൈനസ് വെക്ടർ ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ വെക്ടർ ആർ പ്രൈം. ഓക്കെ, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 8. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്. നമ്മളിത് ഇങ്ങനെ ഡിറൈവ് ചെയ്തു. ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു ആർ പ്രൈം ഓഫ് ടി മൈനസ് ആർ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ആർ പ്രൈം എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഈ ആർ പ്രൈം ഓഫ് ടിയും ആർ ഓഫ് ടിയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ആർ പ്രൈം ഓഫ് ടി, ആർ ഓഫ് ടി ഇതാണ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തിന് എന്താ കാരണം? ഫ്രെയിം റൊട്ടേറ്റ് ചെയ്തത് കൊണ്ടാണ്. ഒന്ന് നമ്മളുടെ എക്സ് വൈ സെഡ് പ്രൈമിലും മറ്റൊന്ന് റൊട്ടേറ്റ് ചെയ്യപ്പെട്ട എക്സ് പ്രൈം വൈ പ്രൈം സെഡ് പ്രൈം ഫ്രെയിമിലുമാണ് നമ്മൾ പാർട്ടിക്കിളിന്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇത് ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്യുവർലി ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദ ഫ്രെയിം. ഓക്കെ, ദാറ്റ് മീൻസ് ദ ടേം പി പി പ്രൈം, ദ വെക്ടർ പി പി പ്രൈം or that is equal to vector r prime of t minus vector r of t. This displacement is simply due to rotation of the frame with angular velocity, pure rotation of the frame with angular velocity omega. Okay, in a time interval delta t. So velocity of the frame, rotating frame, so the velocity is equal to velocity into time ആണ് this displacement എന്ന് പറയുന്നത്. നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഈ വെലോസിറ്റി എന്ന് പറയുന്നത് പ്യുവർ റൊട്ടേഷൻ കൊണ്ടുള്ള വെലോസിറ്റിയാണ്. ഒമേഗയാണ് ആംഗുലർ വെലോസിറ്റി എങ്കിൽ വെലോസിറ്റീനെ നമ്മൾ ലീനിയർ വെലോസിറ്റി എന്ന് പറയുന്നത് ഒമേഗ ക്രോസ് ആർ ആണ്. ഒമേഗ ക്രോസ് ആർ ഇൻറ്റു ഡെൽറ്റ ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ പ്രൈം ഓഫ് ടി മൈനസ് ആർ ഓഫ് ടി. Okay, so we can represent pp prime is equal to vector omega cross vector r into delta t. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിൽ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നേ ഉള്ളൂ. നമ്മളൊരു ഫ്രെയിം കൺസിഡർ ചെയ്തു, പാർട്ടിക്കിളിന്റെ പൊസിഷൻ ഫിക്സഡ് ആണെന്ന് അസ്യൂം ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇനേർഷ്യൽ ഫ്രെയിമിൽ പാർട്ടിക്കിളിന്റെ പൊസിഷൻ ലൊക്കേറ്റ് ചെയ്തു. റൊട്ടേറ്റഡ് ഫ്രെയിമിൽ റൊട്ടേഷൻ നടക്കുമ്പോൾ അതിന്റെ പാർട്ടിക്കിൾ പൊസിഷൻ വ്യത്യാസമൊന്നും വരുന്നില്ല എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് നമുക്ക് ഈ രൂപത്തിലുള്ള റിസൾട്ട് വളരെ സിമ്പിളായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മൾ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മളുടെ ക്ലപ്നറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് അതിൽ പറഞ്ഞ ഡെറിവേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടി ലളിതമായിട്ടുള്ള ഡെറിവേഷൻസ് ഒക്കെ JC ഉപാധ്യായ പോലുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വളരെ സിമ്പിളായിട്ടുള്ള ഡെറിവേഷൻ അവൈലബിൾ ആണ്. So vector pp prime is equal to omega cross r into delta t എന്ന് എഴുതാം. So ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ വെക്ടർ r is equal to, ഇത് ഇക്വേഷൻ നമ്പർ 9 എന്ന് കൊടുക്കുക. ഡെൽറ്റ വെക്ടർ r is equal to വെക്ടർ omega cross വെക്ടർ r into delta t plus delta r prime എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 10 എന്ന് കൊടുക്കുക. സോ നമ്മൾ കൺസിഡർ ചെയ്ത് ഡെൽറ്റ ടി ടൈം ഇൻ്റർവെല്ലാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി കണ്ടുപിടിക്കാം. അപ്പോൾ ഒമേഗ ക്രോസ് വെക്ടർ ആർ പ്ലസ് ഡെൽറ്റ ആർ പ്രൈം ബൈ ഡെൽറ്റ ടി. ഓക്കെ, നമ്മൾ ആ ടൈം ഇൻ്റർവെല്ലിനെ വെരി സ്മോൾ ടൈം ഇൻ്റർവെൽ, ഇൻഫിനിറ്റ്ലി സ്മോൾ ടൈം ഇൻ്റർവെൽ ആക്കി എടുക്കുകയാണെങ്കിൽ ടേക്കിംഗ് ഡെൽറ്റ ടി ടെൻസ് ടു 0, ലിമിറ്റ്
delta t tends to 0, delta r by delta t is equal to vector omega cross vector r plus limit delta t tends to 0, delta r prime by delta t എന്ന് കൊടുക്കും. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 11 എന്ന് കൊടുക്കും. ഓക്കെ, സോ this can be written as d vector r by dt is equal to omega cross r plus dr prime by dt. dr by dt എന്ന് പറഞ്ഞാൽ r എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനേർഷ്യൽ ഫ്രെയിമിലെ പൊസിഷൻ വെക്ടറാണ്. ആർ പ്രൈം എന്ന് പറയുന്നത് അറ്റ് ആൻ ഇൻസ്റ്റന്റ് ടിയിലുള്ള റൊട്ടേറ്റിംഗ് ഫ്രെയിമിലെ പൊസിഷൻ വെക്ടറാണ്. അപ്പോൾ നമുക്ക് ഇതിനെ വി ഡി ആർ ബൈ ഡി ടി എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ഇന്റർവൽ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ വെക്ടർ എന്ന് പറയുമ്പോൾ ഇനേർഷ്യൽ ഫ്രെയിമിലെ വെലോസിറ്റി നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. വി ഇൻ ഇസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് വി റോട്ട് എന്ന് എഴുതാം. റൊട്ടേഷൻ ഫ്രെയിമിലെ വെലോസിറ്റി, പാർട്ടിക്കിളിന്റെ വെലോസിറ്റി വി റോട്ട് പ്ലസ് ഒമേഗ ക്രോസ് ആർ. Equation number 13. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റിലേഷൻ കിട്ടി. ഏറ്റവും പ്രധാനപ്പെട്ട റിലേഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയത് ഡി ആർ ബൈ ഡി, ഇതിനെ ഒന്ന് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഡി ആർ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി ആർ പ്രൈം ബൈ ഡി ടി പ്രൈം പ്ലസ് ഒമേഗ ക്രോസ് ആർ. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ ഡി ആർ ബൈ ഡി ടി ഇൻ ഇനേർഷ്യൽ ഫ്രെയിം ഈസ് ഡി ആർ ബൈ ഡി ടി ഇൻ റൊട്ടേറ്റിംഗ് ഫ്രെയിം പ്ലസ് ഒമേഗ ക്രോസ് ആർ എന്ന് എഴുതാം. അതായത് റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ ഇത് ആർ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഒരു കോമൺ എക്സ്പ്രഷനാണ്. ഏത് വെക്ടറിനും, ഇവിടെ നമ്മൾ പൊസിഷൻ വെക്ടറാണ് ഉപയോഗിച്ചത്. പൊസിഷൻ വെക്ടറിന് മാത്രമല്ല ഏത് ജനറൽ വെക്ടറിനും ദിസ് റിലേഷൻ ഒരു ഇനേർഷ്യൽ ഫ്രെയിമും റൊട്ടേറ്റിംഗ് ഫ്രെയിമും തമ്മിൽ കണക്ട് ചെയ്യാവുന്ന ഒരു റിലേഷനാണ്. ഓക്കെ, we can generalize this relation. We can generalize this relation to any vector. നമുക്കൊരു വെക്ടർ വെക്ടർ ബി എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ വെക്ടർ ബി എന്ന് പറയുന്നത് ഇനേർഷ്യൽ ഫ്രെയിമിലും റൊട്ടേറ്റിംഗ് ഫ്രെയിമിലും ഒക്കെ ഒരേ വാല്യൂ തന്നെയായിരിക്കും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം. ആ രൂപത്തിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിതിനെ ഡി വെക്ടർ ബി ഡിവൈഡഡ് ബൈ ഡി ടി ഇൻ ഇനേർഷ്യൽ ഫ്രെയിം ഈസ് ഈക്വൽ ടു ഡി വെക്ടർ ബി ഡിവൈഡഡ് ബൈ ഡി ടി ഇൻ റൊട്ടേറ്റിംഗ് ഫ്രെയിം പ്ലസ് ഒമേഗ ക്രോസ് ബി എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇക്വേഷൻ നമ്പർ ഇത് ഇക്വേഷൻ നമ്പർ 14 എന്ന് കൊടുക്കുക. ഇപ്പൊ ജനറലി നമുക്ക് ഇങ്ങനെ എഴുതാം. ഈ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഡി ബൈ ഡി ടി ഇൻ ഇനേർഷ്യൽ ഫ്രെയിം, സം ഓപ്പറേറ്റർ ഇവിടെ വരും, സം വെക്ടർ വരും, ഡി ബൈ ഡി ടി ഇൻ റൊട്ടേറ്റിംഗ് ഫ്രെയിം പ്ലസ് ഒമേഗ ക്രോസ്. ഈ റിലേഷൻ എല്ലാ this can be applied to any vector, any general vector. ആ വെക്ടർ എന്ന് പറയുന്നത് വെലോസിറ്റി വെക്ടർ ആവട്ടെ, ആക്സലറേഷൻ വെക്ടർ ആവട്ടെ, വേറെ ഏത് വെക്ടർ ആവട്ടെ, നിങ്ങൾക്ക് ഏത് വെക്ടറിനെയും റെപ്രസെന്റ് ചെയ്യാൻ ഈ റിലേഷൻ ഉപയോഗിക്കാം. ഇനേർഷ്യൽ ഫ്രെയിമിലെയും റൊട്ടേറ്റിംഗ് ഫ്രെയിമിലെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ it should be B is instantaneously this ഇവിടെ B എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. B is instantaneously must be same for all frames. രണ്ട് ഫ്രെയിമിലും ഇനേർഷ്യലിലും ഇതിലും സെയിം വാല്യൂ തന്നെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണം. ഓക്കെ, ഇറ്റ് ഈസ് ദ ഓൺലി ദ ടൈം റേറ്റ് ഓഫ്, അതായത് B എന്ന് പറയുന്നത്
ഇനേർഷ്യൽ ഫ്രെയിമിലും ഈ എക്സ്പ്രഷൻ പ്രകാരം ബി എന്ന് പറയുന്ന വെക്ടർ ഇനേർഷ്യൽ ഫ്രെയിമിലും റൊട്ടേറ്റിംഗ് ഫ്രെയിമിലും സെയിം ആണ്. പക്ഷെ ബി എന്ന് പറയുന്ന വെക്ടറിന്റെ ടൈം റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് ഇനേർഷ്യൽ ഫ്രെയിമിലും റൊട്ടേറ്റിംഗ് ഫ്രെയിമിലും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അത് മനസ്സിലാക്കണം. പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് സെയിം ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ആരോപിക്കാവുന്നതാണ്. ഓക്കെ, പൊസിഷൻ വെക്ടറോ അല്ലെങ്കിൽ വെലോസിറ്റി വെക്ടറോ അല്ലെങ്കിൽ ഏത് ക്വാണ്ടിറ്റി ആയാലും ഇവിടെ ഈ എക്സ്പ്രഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ദിസ് ബി ഈസ് ഇൻസ്റ്റന്റേനിയസ്ലി സെയിം ഫോർ ഓൾ systems in both in inertial and rotating frames, and it is the time rate of change of this vector is varies with dB by dt എന്ന് പറയുന്നത് ഇനേർഷ്യലിലും റൊട്ടേറ്റിലും ഈക്വൽ അല്ല. അവിടെ ഒരു ഒമേഗ ക്രോസ് ബിയുടെ ടൈം എക്സ്ട്രാ അവിടെ വന്നിട്ടുണ്ട്. ഇപ്പം ബി സെയിം ആണ്, പക്ഷെ dB by dt ഡിഫറെൻ്റ് ആണ്. അങ്ങനെയുള്ളൊരു അസംഷനിലാണ് നമ്മളിവിടെ ഈ ഒരു എക്സ്പ്രഷൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ? നമുക്ക് ഇങ്ങനെ എഴുതാം. ഇത് ഇക്വേഷൻ നമ്പർ 15 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് when applying equation number 4, keep in mind that vector B is instantaneously ഒരു പർട്ടിക്കുലർ സെയിം ഇൻസ്റ്റന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റന്റേനിയസ്ലി സെയിം ഇൻ ബോത്ത് ഫ്രെയിംസ് it is only the time rates of change. It is only the time rates of change which differ. d by dt യുടെ ടൈമിലാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ്, ഇപ്പോൾ നമ്മൾ വെലോസിറ്റിയുടെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തു. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് റിസൾട്ടുകൾ എഴുതിയത് ഇതൊക്കെയാണ്. വെക്റ്റർ v in is equal to vector v rot plus omega cross r എങ്ങനെ റെപ്രസെന്റ് ചെയ്തു. അതുപോലെ നമുക്ക് ജനറലി d by dt for any vector in inertial frame is equal to d by dt of that vector in rotating frame plus omega cross that vector. ഈ റിലേഷൻ ഇത് രണ്ടാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തത്. നമ്മൾ ഇനി ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. ഇനേർഷ്യൽ ഫ്രെയിമിലെയും റൊട്ടേറ്റിംഗ് ഫ്രെയിമിലെയും ആക്സിലറേഷൻ കണക്ട് ചെയ്യാൻ പോവാണ്. ആക്സിലറേഷൻ relative to rotating coordinates. ഇനേർഷ്യൽ ഫ്രെയിമിലെ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ നമ്മൾ എന്താ എഴുതിയത്? വി ഇൻ എന്നാണ്. റൊട്ടേറ്റിംഗ് ഫ്രെയിമിലെ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് വെക്റ്റർ വി റോട്ട്. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. പാർട്ടിക്കിളിന്റെ വെലോസിറ്റിയാണ്. ഒമേഗയാണ് angular velocity of the frame, velocity of rotating frame. നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഇതുവരെ എഴുതിയത്. അപ്പോൾ വാട്ട് ഈസ് ദ ആക്സിലറേഷൻ വിത്ത് റെസ്പെക്ട് ടു ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ? വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ റൊട്ടേറ്റിംഗ് ഫ്രെയിം? എന്തുവരും? റൊട്ടേറ്റിംഗ് ഫ്രെയിമിലെ ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കിളുടെ ആക്സലറേഷൻ അദ്ദേഹം എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? എ റോട്ട് എന്ന് എഴുതും. എ റോട്ട് എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് വി റോട്ട് ആണല്ലോ.
ആണ്. ഇക്വേഷൻ നമ്പർ 16 എന്ന് കൊടുക്കുക. ഓക്കെ, ഇത് ഇക്വേഷൻ നമ്പർ 15 ഈ ഇക്വേഷൻ നമ്പർ 15 നമ്മൾ ഫ്രം ഇക്വേഷൻ നമ്പർ 15 നമ്മളിതിൽ ഇവിടെ വി ഇൻ എന്ന് പറയുന്ന ഓപ്പറേറ്റർ കൊടുക്കുക, എന്താ പറയുക, വെക്ടർ കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പോൾ എന്ത് വരും? d/dt of v in inertial frame is equal to d/dt of that vector v in rotating frame plus omega cross v in എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ക്ലിയർ? ഇക്വേഷൻ നമ്പർ 17 ക്ലിയർ ആണ്. ഈ വി എന്ന് പറയുന്നത് എന്താണ്? വി റോട്ട് പ്ലസ് ഒമേഗ ക്രോസ് ആർ ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ d/dt of v in, what is this? In inertial frame, this is the acceleration in inertial frame, a in, ശരിയല്ല, a in is equal to d/dt of v in ന് പകരം ഞാൻ v റോട്ട് പ്ലസ് ഒമേഗ ക്രോസ് ആർ എന്ന് കൊടുക്കാൻ പോവാണ്. In rotating frame plus omega cross v rot plus omega cross r in rotating frame. Okay, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. a in is equal to d/dt of v rot in rotating frame plus d/dt of omega cross r in rotating frame plus omega cross v rot plus omega cross r. ഓക്കെ, അപ്പോൾ എന്തായി? ഇത് എ റോട്ടായി, റൊട്ടേറ്റിംഗ് ഫ്രെയിമിലെ ആക്സലറേഷൻ പ്ലസ് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം ഒമേഗ ക്രോസ് dr/dt in rotating frame plus d omega/dt cross vector r in rotating frame plus omega cross v rot plus omega cross r. ഇവിടെ യൂണിഫോം ആംഗുലർ വെലോസിറ്റിയോട് കൂടിയിട്ടാണ് ഫ്രെയിം റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ d/dt എന്ന് പറയുന്നത് 0 ആണ്. ദ ഫ്രെയിം ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് കോൺസ്റ്റന്റ് ആംഗുലർ വെലോസിറ്റി. സോ d/dt ഈസ് 0. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? a in is equal to vector a rot plus omega cross dr/dt റോട്ട് എന്ന് പറയുമ്പോൾ v റോട്ട് വരും പ്ലസ് omega cross v rot plus omega cross r എന്ന് വരും. So a in is equal to a rot plus 2 omega cross v rot plus omega cross r. So this is acceleration in inertial frame, this is acceleration in rotating frame. So relative acceleration a എന്ന് പറയുന്നത് എന്ത് വരും? a in minus a rot, അല്ലെങ്കിൽ നമുക്കിങ്ങനെ a rot എന്ന് പറയുന്നത് എന്തെങ്ങനെ എഴുതാം? a rot is equal to a in minus 2 omega cross v rot minus omega cross r. ഇത് ഇക്വേഷൻ നമ്പർ 18 എന്ന് കൊടുക്കുക. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയ രണ്ട് എക്സ്ട്രാ ടേമുകൾ വന്നിട്ടുണ്ട്. ഈ എക്സ്ട്രാ ടേമുകൾ എന്താണ് എന്നുള്ളതാണ്. രണ്ട് ടേമുകൾ എന്താണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ആ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ക്യാപിറ്റൽ എ
റിലേറ്റീവ് ആക്സലറേഷൻ്റെ എക്സ്പ്രഷൻ, ഫിക്റ്റീഷ്യസ് ആക്സലറേഷൻ നമുക്ക് ഈ 2 ടേമുകളായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അത് നമ്മൾ അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യും. അതുവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു.